ഹലോ. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ ദിവസം മാത്രമല്ല, തലേ ദിവസം രാത്രി ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യണ സീനൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ആകെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. നോർമലായിട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ കേക്ക് എന്നൊരു ഓപ്ഷൻ എല്ലാ സമയത്തും നമ്മൾ ആദ്യം തന്നെ വേണ്ടാന്ന് വെക്കും, പിന്നെ അവിടേക്ക് എത്തിച്ചേരും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി എണീറ്റ് അപ്പോഴേക്കും കസിൻസൊക്കെ വരാമെന്ന് ഇങ്ങനെ ഫോണിലിങ്ങനെ അറിയിച്ചു കേട്ടോ. അപ്പം നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടേ ഉള്ളൂ. അതായത് ഒരാൾ വരുന്നതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒക്കെ കൂടിയിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ബിരിയാണി വെക്കാം. പിന്നെ അങ്ങനെ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. നെയ്ച്ചോറ് പോലെയും പിന്നെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ കറി അങ്ങനെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതിനാക്കി വന്നപ്പോൾ സെറ്റ് അങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കസിൻ ഉണ്ട്, ആൾ വന്നു, ഷാർജയിലാണുള്ളത്. അപ്പോൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിതേ ബസ്സിൽ നിന്ന് കയറണുള്ളൂ അങ്ങനെ. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ അടച്ചിട്ടുണ്ട്, അധികം ആൾക്കാർ വന്നും പോക്കും വേണ്ട എന്ന് കരുതിയിട്ട്. ചുറ്റി പടിഞ്ഞിട്ടാണ് വന്നത്. ഒരു സ്ഥലത്ത് പോയി അപ്പോൾ അവിടെ അടച്ചു, അങ്ങനെ വേറെ സ്ഥലത്ത് പോയി അപ്പോൾ അവിടെ അടച്ചു, അങ്ങനെ ഒരു വിധത്തിൽ എത്തി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ പറഞ്ഞാൾ രാജി ചേച്ചി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ വിശേഷങ്ങൾ പറയാണ് കേട്ടോ. അങ്ങനെ സ്റ്റെക്കായി ഇനി മേലാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വരില്ല അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞ് നിൽക്കുക. ആ സമയത്ത് വിളിച്ചിട്ട് പറയണു വേറൊരു ചേട്ടൻ അങ്ങോട്ട് വരികയാണെന്ന്. സത്യം പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസും ആയിപ്പോയി. എന്താ പറയുക, അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഇല്ലാത്ത പോലെയായിരുന്നു. നമ്മൾ മൊത്തം ഫാമിലി ഈ GCCയിലുള്ളത് ഇവരാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരാൾ പറയുമ്പോൾ അയ്യോ എന്നാലും അവൻ വന്നില്ലല്ലോ എന്നുള്ളൊരു വിചാരമാണ്. പറയുകയും ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം പുതിയൊരു ടേസ്റ്റിലുള്ള എന്തെങ്കിലും മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴോ ഒക്കെ ചേട്ടൻ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു ഫീലുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഇപ്പം എത്തുന്ന പറയുമ്പോൾ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവർ ബസ്സിലാണല്ലോ വരുന്നത്. അപ്പോൾ ബസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ചേട്ടൻ കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ എത്തിയിട്ട് പറയണേ നീ എന്നാൽ അവിടെ തന്നെ നിന്നു, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും വിളിക്കണ്ടല്ലോ, ഇറങ്ങണോടെ കൊണ്ടുവരാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ പിന്നെ കസിൻസൊക്കെ വന്ന് ഇവിടുത്തെ വേറെ ഫ്രണ്ട്സൊക്കെ വന്ന് പിന്നെ വിശേഷം പറച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം വീട്ടിൽ തന്നെ കൂടി. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസമായപ്പോൾ മോർണിംഗ് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. രാവിലെ ആയപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത് അങ്ങനൊരു ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വന്ന് പിന്നെ പുട്ടാക്കാം. അപ്പോൾ അങ്ങനെ പുട്ടും കടലയും രാവിലെ തന്നെ വെച്ച് ആ സൈഡ് അങ്ങോട്ട് ഒഴിച്ചു. ഉച്ചയ്ക്കുള്ളത് അപ്പോഴേക്കും ആക്കണ്ടേ, എല്ലാവരും ഉച്ച 11-11:30 ആയിട്ടാവും ചിലപ്പോൾ എണീക്കുക. അപ്പോൾ അതിന് കണ്ടു. പക്ഷെ നമുക്ക് അത്രയും നേരം ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഉച്ചക്കലത്തുള്ള കുക്കിങ്ങിന് മാറാം. അപ്പോൾ അത് കഴിഞ്ഞ് ഒഴിച്ച് കൊടുത്ത് അപ്പോഴേക്കും ഞാനത് അവിടെ എല്ലാം നന്നാക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ പാത്രങ്ങൾ അപ്പോൾ കഴുകി വയ്ക്കലൊക്കെ, നമുക്ക് ഇവിടുത്തെ കിച്ചണൊക്കെ ഭയങ്കര ചെറുതും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വേഗം കഴിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ അതേ ഞണ്ടും ചെമ്മീനൊക്കെയാണ്. അപ്പം ഞണ്ട് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ചെമ്മീൻ ചാറാക്കാമെന്ന് വിചാരിച്ചു. ഞണ്ട് ഇപ്പോൾ ഡ്രൈ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു റോസ്റ്റ് പോലെ അങ്ങനെ. അപ്പോൾ ഈ മീൻ കറിയുടെ വെപ്പ് കഴിഞ്ഞു. അപ്പോൾ സൈഡിൽ കൂടെ അമ്മ അങ്ങോട്ടൊന്ന് തിരിഞ്ഞപ്പോഴേക്കും എന്താ അമ്മ കുക്കറിൽ ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് രസം കൂടി വെച്ച് തന്നിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറച്ച് പപ്പടം കൂടി കഴിച്ചപ്പോൾ എൻ്റെ പണി കഴിഞ്ഞുട്ടാന്ന് വെച്ചാൽ പിള്ളേരൊന്നും ആയിട്ടില്ലേ, അവരെ കുളിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് ഇരിക്കുകയാണ്. സൈഡിൽ പരിപ്പ് ഒലത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പരിപ്പിന്. അപ്പോൾ ഒരു പച്ചക്കറി ഇല്ലാണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനെടുത്ത് കളിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ നല്ല എല്ലാവരുമായിട്ട് ഇണക്കക്കുറവൊന്നുമില്ല സത്യം പറഞ്ഞാൽ. കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണ്, പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു അയ്യോ ഇത്ര വലുതായോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാട്ടയിൽ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്, ഇപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരണ്ടല്ലോ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമാണല്ലോ, എല്ലാവർക്കും ഒരു വർത്താനവും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നു കേട്ടോ. നേരത്തോടെ എൻ്റെ കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 4-5 മണിയോട് കൂടി എനിച്ചപ്പോഴേക്കും അമ്മ നല്ല അവിലൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങയൊക്കെ തിരുമ്പി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാലോ വിചാരിക്കുമ്പോഴേക്കും അവിടെ ചക്ക പഴുത്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് കൊന്നതാണ്. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവർക്കും ചക്കയൊക്കെ കിട്ടാണ്ടിരിക്കല്ലേ. അപ്പം അങ്ങനെ എടുത്തു. നമുക്ക് എപ്പോഴും നാട്ടിലത്തെ ചക്കയും മാങ്ങയും എപ്പോഴും പ്രിയം തന്നെയല്ലേ. പക്ഷേ പിള്ളേർക്ക് അത്ര ഫേവറേറ്റ്സ് ഒന്നും അല്ല കേട്ടോ. ചക്ക എന്ന് പറയുമ്പോഴുള്ള ഒരു തന്നെയുള്ളൂ, ഒരു ചുള തിന്നാൽ അത്രയും മതി അവർക്ക്.
അത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുക, അവിടെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും ഒരുങ്ങി പിടിച്ച് വന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചേട്ടനൊരു സ്ഥലത്ത് പോകാണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളെ അവിടെ ഇറക്കി വിട്ടിട്ട് പോവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങളവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ടോയ്സിൻ്റെ പിന്നാലെ പോയി. അങ്ങനെ ഒരു ജപ്പാൻ കടയുണ്ട്, അപ്പോൾ ഞാൻ മുന്നേ വ്ളോഗുകളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് മാമനെ സോപ്പ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്തൊരു സാധനം മേടിച്ചു കൊടുക്കണ്ടെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, നമുക്ക് ഫുഡ് കോർട്ടിൽ പോകുന്നിട്ട് ഫുഡ് കോർട്ടിൽ പോയി. അപ്പോഴേക്കും ചേട്ടൻ ഫുഡൊക്കെ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരുടെ കാര്യമില്ല, പെട്ടെന്ന് വെച്ചിരുന്ന സാധനം കിട്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നേരത്തെ ഓർഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതിന് ടൈം എടുക്കും, 1/2-3 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോഴേക്കും ചേച്ചി പോയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ആകെ പിടിയും വലിയായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് വന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അതിലത്തെ ബ്രെഡിൽ നിന്ന് കുറച്ച് മോന് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോനാകെ എന്താ കഴിക്കേണ്ടതെന്നുള്ളൊരു വെപ്രാളം, എല്ലാവരും കഴിക്കുന്നുണ്ട്, എന്താ എനിക്ക് കഴിച്ചാൽ എന്നുള്ള പോലെ. അപ്പോഴേക്കും അവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. നമുക്ക് കുറച്ച് നേരം കാണുമ്പോഴേക്കും വലിയ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല. ഒന്നാമത് വോയിസൊക്കെ ആകെ ബ്ലറായി, നമുക്ക് ആ പാട്ടേ കറക്റ്റ് ക്ലാരിറ്റിയിലൊന്നും കേൾക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടു നിൽക്കാം അത്രമാത്രം. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും എനിക്ക് മോന് പാല് തീർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു പാൽപ്പൊടിയുടെ മേടിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞുമ്പോഴേക്കും എന്നാൽ പിന്നെ ഇതിന് ഇത്ര നേരം ഇവിടെ നിൽക്കുന്നത്, ചേട്ടൻ എന്തായാലും വന്ന് അങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ട് ഞങ്ങളെ കൊണ്ടാക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പിള്ളേരായിട്ട് വലഞ്ഞു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ ഓരോരുത്തരായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് വന്ന ചേട്ടനെന്നെ അങ്ങോട്ട് കൊണ്ടാക്കി, നമ്മൾ എന്താ പറയുക ബസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി ആണ് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഒരാൾ കാറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആളുടെ കൂടെ ബാക്കി എല്ലാവരും പോകാൻ പ്ലാൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോകാം. അപ്പോൾ വിളിച്ചിട്ട് ചിലവർ എനിക്കില്ലേ ഒന്ന് പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ തലേ ദിവസമൊക്കെ വൈകി കിടന്നിട്ടേ. അപ്പം അങ്ങനെ എല്ലാവരും പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും പോയി കഴിയുമ്പോൾ ആളൊഴിഞ്ഞ പോരപ്പുറപ്പെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ആ ഒരു ഫീല് തന്നെ വല്ലാത്തൊരു മടുപ്പോ മൂകതയോ അങ്ങനെയൊക്കെ. അങ്ങനെ അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ.